മനുഷ്യർക്ക് സംഭവിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സമരത്തിന് ഒരുങ്ങി ഈ പന്തലിൽ നിൽക്കുന്ന 6 പെൺകുട്ടികൾ. സെയിൽസ് ഗേൾസ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ നിരന്തരം ചൂഷണം ചെയ്തുകൊണ്ട് വലിയ സ്ഥാപനങ്ങൾ, വ്യവസായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന വസ്ത്ര വ്യാപാരികളുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് സത്യത്തിൽ അവരെ ഈ സമരപന്തലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവരാരും തന്നെ ഒരു 2 വർഷം മുമ്പ് തങ്ങൾ എന്ത് പ്രശ്നമാണ് അനുഭവിക്കുന്നത് എന്ന് തുറന്നു പറയാൻ പ്രാപ്തിയോ തന്റേടമോ ഉള്ളവർ ആയിരുന്നില്ല. അവരൊരിക്കലും പറഞ്ഞിട്ടുമില്ല. അവരുടെ കഷ്ടപ്പാടുകൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് നേരെ നടക്കുന്ന മനുഷ്യത്വരഹിതമായ ചൂഷണങ്ങൾ, ഇത് മുഴുവനും മനസ്സിലാക്കിയിട്ട് പുറത്തു നിന്നുള്ളവരാണ് ഇങ്ങനെ ടെക്സ്റ്റൈൽ മേഖലയിൽ സെയിൽസ് ഗേൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്, ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മാധ്യമം എന്ന് പറയുന്ന ഒരു പത്രം, ആ പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ഇതാണ്: ഇരിക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് 12, 13, 14 മണിക്കൂർ ഈ മുതലാളിമാർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രശ്നം മാധ്യമം പത്രത്തിൽ വന്നപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വാർത്ത അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു പെൺകുട്ടിക്ക് 14 മണിക്കൂർ ജോലി ചെയ്യുന്നതിനിടയിൽ ഇരിക്കാനുള്ള അവകാശമില്ല എന്ന വാർത്ത സാംസ്കാരിക കേരളത്തെ, നീതിക്ക് വേണ്ടി വാദിക്കുന്ന കേരളത്തെ, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻ സംസ്കാരം കൊണ്ട് മനുഷ്യന്റെ ജീവിതം സ്വൈര്യം കെടുത്തുന്ന കേരളത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ്. ആ വാർത്തയ്ക്ക് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ നിയമങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 1960 ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമം, കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 60കൾക്ക് ശേഷം പുതുക്കിയിട്ടില്ല, പരിശോധിച്ചിട്ടില്ല, യാതൊരു വിധത്തിലുള്ള നിയമ ഭേദഗതികളും വരുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ശക്തമായ താക്കീത് കൊടുത്തു, അതിശക്തമായ താക്കീത്. ഇപ്പാതിരി 14, 15 മണിക്കൂർ വീതം, അല്ലെങ്കിൽ 10 മണിക്കൂർ, 12 മണിക്കൂർ വീതം തൊഴിൽ നിയമത്തിൽ 8 മണിക്കൂർ മാത്രം ജോലി, 8 മണിക്കൂറിനിടയ്ക്ക് 1 മണിക്കൂർ വിശ്രമം എന്ന് പറയുന്ന തൊഴിൽ നിയമം നിലനിൽക്കെ ഇവിടുത്തെ മുതലാളിമാർ ചെയ്യുന്നത് 10, 12, 13 മണിക്കൂർ ഇവരെ കൊണ്ട് നിർത്തി പണിയെടുപ്പിക്കുകയായിരുന്നു. ഇരിക്കാൻ ഒരൊറ്റ സ്റ്റൂളോ ഒരൊറ്റ കസേരയോ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് പരിശോധനയിൽ വ്യക്തമായത്. ഞങ്ങൾ മാത്രമല്ല പരിശോധിച്ചത്, യൂത്ത് കമ്മീഷൻ പരിശോധിച്ചു. നിരവധി ലേബർ ഓഫീസർമാർ പരിശോധനാ നാടകം നടത്തി. ആ പരിശോധനയിലൊക്കെ കണ്ടെത്തിയത് ഇരിക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല എന്നാണ്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് യൂത്ത് കമ്മീഷൻ തൃശ്ശൂരിൽ ഒരു വിണ്ണൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ കല്യാൺ സീറ്റ്സിൽ നടത്തിയ പരിശോധനയിൽ പെൺകുട്ടികളോട് ചോദിച്ചു, എപ്പോഴാണ് നിങ്ങൾ ഇരിക്കുക, ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടികൾ പേടിച്ചു. കാരണം എല്ലാ മാനേജർമാരുടെയും അതുപോലെ തന്നെ മുതലാളിയുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ചോദ്യം. അവരൊരൊറ്റ ഉത്തരം പറയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായ ശമ്പളം കിട്ടുന്ന ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ജീവിതം തന്നെ ഇല്ലാതാകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവർ ഉത്തരം പറഞ്ഞില്ല. ഒരു കുട്ടി മാത്രം പേടിച്ചു വന്നുമല്ല, കസേരയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിശ്രമമുറി ഉണ്ട് എന്ന് പറഞ്ഞു. യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ രാജേഷ് പറഞ്ഞു, എങ്കിൽ കാണിച്ചതാ, വിശ്രമമുറിയിലേക്ക് നടക്ക് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ വിശ്രമമുറിയിലേക്ക് കൊണ്ടുപോയി. നാണിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നത്, ലജ്ജിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നത്. ഒരു 2 അടി പോലും വീതിയില്ലാത്ത ഒരു കൊച്ചു കുടിസുമുറിയിൽ നിരവധി അട്ടിയിട്ട സാമാനങ്ങൾക്കിടയിൽ ഒരു സ്റ്റൂള് ഇരിക്കുന്നുണ്ട്. അതിൽ വന്നിരിക്കാം. അതിൽ അവർ ഇരിക്കാറില്ല. ഇരിക്കാൻ അവർക്ക് അനുവാദം കിട്ടാറില്ല. ഇരിക്കൽ സമരം എന്ന പേരിലാണ് വസ്ത്രവ്യാപാര രംഗത്ത് സെയിൽസ് ഗേൾസിന് എതിരെ നടക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആദ്യമായി തുടങ്ങിയ സമരത്തിന്റെ പേര് ഇരിക്കൽ സമരം എന്നായിരുന്നു. തൃശ്ശൂരിലും ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ന് നമ്മൾ കസേരകൾ ഒഴിച്ചിട്ടുകൊണ്ട് കസേരകളുടെ പിറകിൽ നിന്ന് ഇരിക്കൽ സമരം പ്രഖ്യാപിക്കുകയുണ്ടായി. നിശ്ചയമായും നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഇരിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. തുടർന്ന് നമ്മൾ നടത്തിയ അന്വേഷണങ്ങളിൽ വ്യക്തമായത് മനുഷ്യത്വരഹിതമായ ചൂഷണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെയാണ്. ആ മനുഷ്യത്വരഹിതമായ ചൂഷണങ്ങളിൽ എല്ലാ തരത്തിലുള്ള മാനുഷിക നീതിയുടെ ലംഘനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പല സ്ഥാപനങ്ങളിലും ടോയ്ലറ്റിൽ പോകുന്നതിന് പരിമിതി, അതിനുള്ള സമയപരിമിതി, ഒരു 5 മിനിറ്റ് വൈകി വന്നാൽ പിഴ. അതുപോലെ തന്നെ 6ാം നിലയിലോ 4ാം എത്ര നില അവർക്കുണ്ടെങ്കിൽ ആ നിലയുടെ ഏറ്റവും മുകളിലുള്ള
നിലയിൽ പോയി മൂത്രമൊഴിച്ച് താഴേക്ക് വരുന്നതിനിടയിൽ 1 സെക്കൻഡ് വൈകിയാൽ ഉടനെ പിഴ ശിക്ഷ. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ക്യാമറ കണ്ണുകൾ രഹസ്യമായി യാതൊരു തരത്തിലുള്ള സംഗതികളും ഒപ്പിയെടുക്കാനല്ല, ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നേരെ മുതലാളിയുടെ ലാപ്ടോപ്പിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള ക്യാമറ കണ്ണുകൾ. ഈ ക്യാമറ കണ്ണുകൾക്ക് കീഴിൽ നിന്ന് വളരെ അസ്വതന്ത്രമായി ഭയന്ന് ജോലി ചെയ്യുന്ന, ഈ അധിക സമയം ജോലി ചെയ്യുന്ന ഇവർക്ക് കിട്ടുന്ന വേതനം എത്ര എന്നുകൂടി ചോദിക്കൂ. ഈ സമരത്തില് ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, നീ ആദ്യമായിട്ട് വാങ്ങിയ ശമ്പളം എത്രയാണ്? തുണിക്കടകളിൽ സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുമ്പോൾ കുട്ടി ആദ്യമായി വാങ്ങിയ ശമ്പളം എത്രയാണ്? ആ കുട്ടി പറഞ്ഞു 2500. 2500 രൂപയ്ക്ക് 10-12 മണിക്കൂർ പണിയെടുപ്പിക്കാൻ നാണമില്ലേ മുതലാളിക്ക് എന്ന ചോദ്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 2500 നിന്ന് ഇപ്പോൾ 7000 എന്ന് പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച അടിസ്ഥാന ശമ്പളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് വെറുതെ എത്തിയതല്ല, പൊതുസമൂഹം ഒച്ചപ്പാടുണ്ടാക്കിയതിന്റെ ഫലമാണ്. ചാനലുകളും അതുപോലെ മറ്റുള്ളവരും ഒത്തൊരുമിച്ച് സെയിൽസ് ഗേൾസിന്റെ പ്രശ്നം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഈ സെയിൽസ് ഗേൾസിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടും സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നിയമ ഭേദഗതി വരുത്തുന്നതിന്റെ ഫലമായിട്ടും യൂത്ത് കമ്മീഷൻ പോലെ, മനുഷ്യാവകാശ കമ്മീഷൻ പോലെ, വനിതാ കമ്മീഷൻ പോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പോലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചതിന്റെയൊക്കെ ഫലമായിട്ടാണ് 7000 രൂപ ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. 7000 രൂപ കൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയുമോ? 7000 രൂപയിൽ നിന്ന് എത്ര, ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ എത്ര രൂപ ഇതിൽ നിന്ന് മാറ്റിവെക്കണം? ഉപ്പ്, മുളക്, ചപ്പ്, ചിപ്പ് സാധനങ്ങൾ ഒരു കുടുംബമാണ് നടക്കുന്നത്. കുട്ടികളും ഭർത്താവും ഒക്കെ അടങ്ങുന്ന, മാതാപിതാക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബം നടത്തി കൊണ്ടുപോകാൻ 12-13 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 7000 രൂപ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം നിർദ്ദയമായ ഒരവസ്ഥ എന്താണ് ഉള്ളത്? നമുക്കറിയാവുന്ന പോലെ എല്ലാ തൊഴിൽ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്, എല്ലാവരെയും വശീകരിച്ച് അടുപ്പിച്ചുകൊണ്ട്, അവർക്കൊക്കെ കാശ് കൊടുത്തുകൊണ്ട്, സംവിധാനത്തെ മുഴുവനും മുതലാളിക്ക് അനുകൂലമാക്കി നിർത്തിക്കൊണ്ട് തൊഴിലാളികളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്ത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പൊടുക്കാം എന്ന് പറയുന്ന കോർപ്പറേറ്റ് മുതലാളി താല്പര്യത്തിന്റെ സാമ്പത്തിക നയമാണ് സത്യത്തിൽ ഇത്തരം ചൂഷിതരായിട്ടുള്ള ലക്ഷ്യങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. കെ വേണു ഇവിടെ സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കെ വേണു പറഞ്ഞു, പിന്നെ 70 ലക്ഷം തൊഴിലാളികൾ ഈ മാതിരി പണിയെടുക്കുന്നവരാണ് വിവിധ മേഖലകളിൽ. ഇപ്പൊ കല്യാൺ സാരീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. മൊത്തം വസ്ത്ര വ്യാപാര ശൃംഖല, മൊത്തം വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ, വസ്ത്ര മുതലാളിമാർ, ആഭരണ കടകൾ, ഹോം നഴ്സുമാർ, അതുപോലെ തന്നെ CBSE സ്കൂളുകളിലെ അധ്യാപകർ, അതുപോലെ തന്നെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ മെഡിക്കൽ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ഗസ്റ്റ് ലെക്ചറർമാർ, സ്വാശ്രയ കോളേജുകളിൽ പണിയെടുക്കുന്ന അധ്യാപകർ എന്ന് തുടങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്ന് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ആളുകൾ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് പണിയെടുക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ